കീം എഴുതി എഞ്ചിനീയറിംഗ് ഫാർമസി പോലെയുള്ള അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ കൃത്യമായ ഒരു പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു. സാർ, ഞങ്ങൾക്ക് +2 കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ചില എക്സാമിനേഷൻ തീരാൻ ലേറ്റ് ആകും, ഞങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം, എന്തൊക്കെ ചേഞ്ചസ്, ഞങ്ങൾ കുറേ ചേഞ്ചസ് വരുത്തണം, നിങ്ങൾ പറഞ്ഞ ചേഞ്ചസ് എല്ലാം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഓഫ്ലൈൻ കീം ക്രാഷിന് വന്ന മാറ്റങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മക്കളെ, 4 ബാച്ച് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകും നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ 20-ാം തീയതി തുടങ്ങും. അത് നേരത്തെ വന്ന് എൻട്രൻസിന് കീമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എനിക്ക് അവസാനം നടക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ എക്സാമിനേഷൻ അത്ര ബുദ്ധിമുട്ടില്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ വൈകുന്നേരം പഠിച്ചോളും, രാവിലെ ഞാൻ എന്ത് ചെയ്തോളും, ഈ ക്ലാസ്സിന് വന്നോളും എന്ന് പറയുന്നവർക്ക് 1.0 ബാച്ച് നമ്മൾ മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്യും. പേടിക്കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ 23 അടുത്ത ബാച്ച് 2.0 സ്റ്റാർട്ട് ചെയ്യും. ദെൻ നമ്മൾ 3.0 ബാച്ച് 25 സ്റ്റാർട്ട് ചെയ്യും. ദെൻ നിങ്ങൾക്കറിയാം മാത്സ് എക്സാമിനേഷനും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് കമ്പ്യൂട്ടർ സയൻസും ഒക്കെ കഴിഞ്ഞ് 27-ാം തീയതി നമ്മൾ 4.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. 27-ാം തീയതി 4.0. ദിസ് ഇസ് ദ ലാസ്റ്റ് ബാച്ച്. അപ്പൊ 4 ബാച്ചിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തരുന്നത് നിങ്ങൾക്ക്. അപ്പൊ ഈ 4ാമത്തെ ബാച്ച് നിങ്ങൾക്ക് എല്ലാ എക്സാമിനേഷനും കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്നതല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം. പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഇതാണ് നിങ്ങളുടെ ചേഞ്ച്, നിങ്ങൾ ചോദിച്ച പോലെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 4ാമത്തെ ബാച്ചിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും അത്ര എഫേർട്ട് നമ്മൾ എടുക്കണം. 4ാമത്തെ ബാച്ച് തൊട്ട് നമ്മൾ അടുത്ത മാസം നിങ്ങൾക്കറിയാം ഈ പറയുന്ന പോലെ 24-25 കൂടി നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷൻ അങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർക്കണം. അപ്പം ഇവിടെ എന്ത് സിലബസ് ആണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ഇവിടെയും തീർത്തിരിക്കും. അതായത് കീമിന് വേണ്ട കംപ്ലീറ്റ് സിലബസ് അവസാന ബാച്ചിൽ നമ്മൾ തീർത്ത് നിങ്ങളെ CBT എഴുതിച്ച് നിങ്ങളെ മാക്സിമം എക്സാംസ് ഓഫ്ലൈനിൽ ഉൾപ്പെടെ എഴുതിച്ചിട്ട് മാത്രമേ നമ്മൾ കീമിന് വിടുകയുള്ളൂ. അതാണ് അവിടുത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 4 ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ കീമിന് വേണ്ടി. ഇനി നിങ്ങളുടെ സങ്കടം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൺലൈൻ ആണെങ്കിൽ അവിടെയും 2 ബാച്ച്. ഒന്ന് മാർച്ച് 20 ആരംഭിക്കുന്നു 1.0 ബാച്ച്, ആൻഡ് ഒന്ന് നമ്മൾ 2.0 ബാച്ച് ആരംഭിക്കുന്ന മാർച്ച് 26-നാണ്. ഓറിയന്റേഷനോട് കൂടി നമ്മൾ ആരംഭിക്കും. 27-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് തുടങ്ങും. റെഡി? അപ്പൊ ഈ 2 ബാച്ചാണ്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തീർത്തു എന്ന് വിചാരിക്കുന്നു. ഇനി CBSEക്ക് നിങ്ങൾക്കറിയാം, ചില ആൾക്കാർക്ക് കമ്പ്യൂട്ടർ സയൻസ് അവസാനം 29-ന് തീരുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ അവസാന ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ വരുന്ന കോമ്പൻസേഷൻ ഉള്ള ചില ചാപ്റ്ററുകൾ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണലൈസ്ഡ് ആയിട്ട് ഈവനിങ് ഒക്കെ സമയം വെച്ചിട്ട് തീർത്തു തരും. കാര്യം അപ്പൊ തുടങ്ങി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം ഇതുപോലെ സ്വിംഗിൽ തീർക്കാൻ പറ്റില്ല. 27 ആയിരിക്കും നമ്മുടെ അവസാന ബാച്ച്. പിന്നെയും ചേരുന്ന ആളുകൾക്ക് മിസ്സായ ചാപ്റ്ററുകൾ നമ്മൾ ഈവനിങ് ഒക്കെ ടീച്ചേഴ്സിനെ ഉപയോഗിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് തരും. അതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ആൻഡ് ഇത്രയും സെന്ററുകളാണുള്ളത്, പറയേണ്ട ആവശ്യമില്ല. സെന്ററുകൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ സെന്റർ ഏതാണ് നിയർ ബൈ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് ഫീസ്. ഓൺലൈൻ നമ്മുടെ കീം ക്രാഷിന്റെയും എൻഡ് ഗെയിമിന്റെയും അതുപോലെ തന്നെ ഓഫ്ലൈന്റെ ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ നമ്പറിലേക്ക്. ഇത് നിങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ആണ്, നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം, 6009100300 എന്ന നമ്പറിൽ വിളിക്കാം. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ചേഞ്ചസ് എല്ലാം വരുത്തി ഓൾറെഡി 1000-കണക്കിന് ആളുകൾ ചേർന്ന് കഴിഞ്ഞു മക്കളെ. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾ ചേരുക, ഒരുമിച്ച് പഠിക്കാം, അടിച്ചു പൊളിച്ച് നമുക്ക് കീം നേരിടാം. ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.